നമസ്കാരം സുരേഷ് സാർ. കർണാടകയിൽ ടെൻഡർ കൊടുക്കാനായിട്ട് മുസ്ലിം റിസർവേഷൻ അനുവദിച്ചിരിക്കുകയാണ്. അതുകൂടാതെ OBC കോട്ടയിൽ മുസ്ലിം റിസർവേഷൻ കൊടുക്കാൻ തെലങ്കാനയിൽ തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് DK ശിവകുമാർ പറയുന്നത് താൻ കർണാടകയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുമെന്നുമാണ്. ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ റിസർവേഷൻ വേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ്. എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഇത് നമ്മൾ റിസർവേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെയുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പോകേണ്ട വരും. ഇത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തുടങ്ങിയതാണ്. പക്ഷെ അന്ന് റിസർവേഷൻ ഡോക്ടർ BR അംബേദ്കർ ആർഗ്യൂ ചെയ്തത് ഒരു പോയിന്റിലായിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സിന് അന്ന് റിസർവേഷൻ മെയിനായിട്ട്. അന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിൽ സിഖ്സും ഈ പറഞ്ഞ മാതിരി ജെയിൻ അങ്ങനത്തെ കമ്മ്യൂണിറ്റിയും ഇവരെയും ഇതിൽ ഉൾപ്പെടുത്തണോ അതോ അവരെ വേറെ ആക്കി വെക്കണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഹിന്ദു എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി കോൺസെപ്റ്റിനുള്ളിൽ സിഖ്സും അത് ഈ പഞ്ചാബിലെ സിഖ്സും ഈ പറഞ്ഞ ജെയിൻ കമ്മ്യൂണിറ്റി ഇവരൊക്കെ ഹിന്ദുക്കളാണോ അല്ലയോ എന്നൊരു ചെറിയ ഡൗട്ട് അന്നുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ക്ലാരിഫൈ ചെയ്തിട്ട് അവരും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വരുന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അന്ന് തന്നെ പിന്നെ അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ അതിനു മുമ്പ് ഒരു പൂന പാക്ട് എന്ന് പറഞ്ഞൊരു പാക്ട് ഉണ്ടായിരുന്നു. അതിലായിരുന്നു അന്നത്തെ ബ്രിട്ടീഷുകാരും ഇവരൊക്കെ വന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റായിട്ട് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ ഇൻഫാക്ട് ഗാന്ധിജി അന്ന് ഒരു നിരാഹാര സത്യാഗ്രഹത്തിനൊക്കെ ഇരുന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഞാൻ ഫാസ്റ്റ് ആൻഡ് ടു ഡെത്തിന് ഇരിക്കാൻ പോവുകയാണ്. ഈ റിസർവേഷൻ്റെ ഒരു പ്രോബ്ലം കാരണം റിലീജിയൻ ബേസ്ഡ് ആവാൻ പാടില്ല, റിലീജിയൻ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ബാബാസാഹ് അംബേദ്കറും അതിൻ്റെ അഗേൻസ്റ്റ് ആയിരുന്നു സർദാർ പട്ടേൽ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റിസർവേഷൻ എപ്പോഴും ഈ റിലീജിയൻ ബേസ്ഡ് ആവാൻ പാടില്ല. ബിക്കോസ് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഉള്ളത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഉള്ളൂ, അത് ബാക്കി ഏത് കമ്മ്യൂണിറ്റിയിലും ഇല്ല. പിന്നെയാണ് നമ്മൾ കണ്ട കുറേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതേമാതിരി ഈ പറഞ്ഞ മാതിരി തെലങ്കാന, ആന്ധ്രാപ്രദേശും കർണാടക ഒക്കെ മുസ്ലിംസ്, ഈവൻ കേരളത്തിൽ 12% റിസർവേഷൻ ഉണ്ട്. ഇല്ലീഗലാണ് അത് ആക്ച്വലി, കൊടുക്കാൻ പാടില്ല അങ്ങനെ, ബിക്കോസ് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. അപ്പോൾ ഈ ആന്ധ്രയിൽ ഇങ്ങനെ ഒരു ഇത് നടന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഒരു ബെഞ്ച് സുപ്രീം കോടതി സെറ്റപ്പ് ചെയ്തായിരുന്നു ഇതിനെപ്പറ്റി പഠിക്കാം. പക്ഷെ 2010 തൊട്ട് ഇപ്പോൾ 2025 വരെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എവിടെയും ആരും കണ്ടിട്ടില്ല എവിടെ പോയി എന്നുള്ളതിനെ പറ്റി. ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന അടിയുന്നു അതേ കാര്യത്തിലായിരുന്നു. അതിൽ DK ശിവകുമാർ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞങ്ങളുടെ കോൺഗ്രസ് ഗവൺമെന്റ് ഡൽഹിയിൽ വരികയാണെങ്കിൽ, ഞങ്ങൾ ലോക്സഭ ഇലക്ഷൻ ജയിച്ചു വരികയാണെങ്കിൽ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി മുസ്ലിംസും റിസർവേഷൻ കൊടുക്കുന്നതാണ്. ഒക്കെ ഇതുവരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ പ്രൊവിഷൻ ഇല്ല. 2011 അന്നത്തെ UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റാണ് ഇതിലൊരു മാറ്റം വരുത്തിയത്. അവർ ഈ കുറെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, ഫോർ എക്സാമ്പിൾ ജമ്മു കാശ്മീരിൽ ബക്കർവാൾസ് എന്ന് പറയും, അവർ ഈ ഹൈറ്റ്സിൽ കാർഗിൽ അവിടെയൊക്കെ ഈ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നവരാണ് ബക്കർവാൾ, ഗുജ്ജേഴ്സ്, അങ്ങനത്തെ കുറെ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെയൊക്കെ അവർ ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മുസ്ലിംസിന് അന്ന്. ബിക്കോസ് അവർ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ആണ്. അവർക്ക് അത് ഒന്നിനോ ഷെഡ്യൂൾ ട്രൈബ് കൊടുക്കണം അവർക്ക്, അല്ലെങ്കിൽ പിന്നെ OBC ആയിട്ട് കൊടുക്കണം. അങ്ങനെയാണ് ചിലർക്ക് ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റി സ്റ്റേറ്റസ് അവർ കൊടുത്തിട്ടുണ്ട് അവിടെ. അതേമാതിരി നോർത്ത് ഈസ്റ്റിൽ കാണും, നോർത്ത് ഈസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്മ്യൂണിറ്റീസും ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റിയിലാണ് വരും. പക്ഷേ ഈ OBC റിസർവേഷനിലാണ് നമ്മൾ അന്ന് കണ്ടത് കോട്ട വിത്തിൻ എ കോട്ട. ദാറ്റ് ഈസ് സപ്പോസ് ബാക്ക്വേർഡ് ക്ലാസ്സിന് ഒരു 35-30% റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൽ 5% മുസ്ലിംസിന് കൊടുത്ത് ബാക്ക്വേർഡ് ക്ലാസ് ബാക്കിയുള്ളവരുടെ റിസർവേഷൻ കുറച്ച് 25 ബാക്ക്വേർഡ് ക്ലാസ്സിന് ഇത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനെ പറ്റി അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തപ്പോഴും അന്ന് അവിടെ വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ കർണാടകത്തിലുണ്ടായിരുന്നു, പിന്നെ ആന്ധ്രയിലും തെലങ്കാനയിലും നടന്നു ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി ഇല്ല. റിസർവേഷൻ കൊടുക്കണോ വേണ്ടയോ, റിലീജിയൻ ബേസ്ഡ് എന്നുള്ള ഒരു വലിയൊരു ഡിബേറ്റ് ഉണ്ട്. അത് ഇനി സെറ്റിൽ ആയിട്ടില്ല, കോടതിയിലാണ് അത്. പക്ഷെ ഇതിൽ ഞാനൊരു പൊളിറ്റിക്കൽ ആംഗിളാണ് കാണുന്ന അഖില. ബിക്കോസ് എന്താവാൻ പോണേന്ന് പറഞ്ഞാൽ ഈ വരാൻ പോണ ബീഹാർ ഇലക്ഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ഉത്തർപ്രദേശ് ഇലക്ഷൻ വരും, അസ്സാം ഇലക്ഷൻ വരും, അവിടെ BJP ഇത് ഉപയോഗിക്കും. അവർക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഒരു ഹിന്ദു എലിമെന്റ് കൂടുതലാണ്. അവിടെ ബാക്ക്വേർഡ് ക്ലാസ്സിനെയും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളുടെ റിസർവേഷൻ മുസ്ലിംസ് കൊണ്ടുപോകുന്നു, അത് കാരണം നിങ്ങളുടെ റിസർവേഷൻ കുറയുന്നു പറയാൻ പറ്റുമില്ല. അപ്പൊ അതൊരു പേടിയുണ്ട് കോൺഗ്രസിന്. പക്ഷെ ഈ പറഞ്ഞ മാതിരി DK ശിവകുമാർ, കോൺഗ്രസ് ഇതുവരെ പറഞ്ഞു വന്നത് BJP കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പൊ DK ശിവകുമാറിന്റെ പറഞ്ഞു ഞങ്ങൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നത്. ഇതിനു മുമ്പ് കോൺഗ്രസ് ആണ് 120 പ്രാവശ്യം കണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മാറിയിട്ടുണ്ട്. അതിന് മാക്സിമം കോൺഗ്രസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ടുള്ളത്. സെക്യുലർ എന്നുള്ള വേർഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല, സോഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നില്ല പ്രിയാമ്പിൾ. അത് മാറ്റിയത് ഇന്ദിരാഗാന്ധി ആയിരുന്നു എമർജൻസിയുടെ ടൈമിൽ. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഒരു ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുക്കും. ഒന്ന് നമ്മുടെ കൺട്രിയിൽ സുപ്രീം കോടതിയുടെ കുറെ ജഡ്ജ്മെന്റ്സ് ഉണ്ട്, 50%ത്തേക്കാണ് റിസർവേഷൻ കൂടാൻ പാടില്ല. ഇപ്പൊ അവിടെ തെലങ്കാനയിൽ ഒരു സർവേ നടത്തി ഒരു 5-6 മാസം മുമ്പ്. അതിന്റെ ഫൈനൽ റിസൾട്ട് ഒരു 3 ആഴ്ച മുമ്പാണ് വന്നത്. അതിന് കഴിഞ്ഞ് തെലങ്കാന അസംബ്ലി ഒരു ബില്ല് പാസ് ചെയ്തു.
65% വരെ റിസർവേഷൻ, 56 തൊട്ട് 65% റിസർവേഷൻ OBCസിന് കൊടുക്കും. അവരുടെ പോപ്പുലേഷൻ എത്രയുണ്ട് അത്ര റിസർവേഷൻ അവർക്ക് കൊടുക്കണം. അതേസമയത്ത് SC STs എല്ലാം കൂടി കഴിയുമ്പോൾ ബാക്കി വരുന്നത് വെറും 15% മാത്രം. 15% മാത്രം ജനറൽ കാൻഡിഡേറ്റ്സിനുള്ള റിസർവേഷൻ അല്ല, ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ബാക്കിയൊന്നും ഒരു ജനറൽ കാൻഡിഡേറ്റിന് ഒരു അഡ്മിഷൻ ആയാലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉള്ള കാരണം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. വെറും ഇലക്ഷൻ ജയിക്കാൻ വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസിന് ഇവിടുത്തെ രേവന്ത് റെഡ്ഡി ഗവൺമെന്റ് ചെയ്ത പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ട് കൺവേർട്ടഡ് ക്രിസ്ത്യൻസിന് നമ്മളവിടെ റൈറ്റ് കൊടുക്കില്ല. അതിപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു 2 ജഡ്ജ്മെന്റും വന്നാൽ അത് പറ്റില്ല. ഒരിക്കൽ നിങ്ങളുടെ റിലീജിയൻ മാറിക്കഴിഞ്ഞാൽ, SC മാറിക്കഴിഞ്ഞാൽ യു കനോട്ട് ടേക്ക് നിങ്ങൾക്ക് ആ റിസർവേഷന്റെ ബെനിഫിറ്റ് വരില്ല. നിങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പോയാൽ ഓർ ഇസ്ലാമിലേക്ക് പോയി നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രോബ്ലം വരാൻ കാരണം കർണാടകത്തിൽ ടെൻഡർ ഇവിടെ ജോലിക്ക് പോട്ടെ, അത് വേറെ ഒരു ഡിബേറ്റ് ആണ്. ജോലി ആയാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന, പക്ഷെ ഗവൺമെന്റ് ടെൻഡർ ഉണ്ടാവില്ല. ഈ പാലം പണിയാനും സ്കൂള് പണിയാനും റോഡ് പണിയാനും അതിലും മുസ്ലിംസ് റിസർവേഷൻ കൊടുത്തു. ഇത് എന്ത് ലോജിക്കാണ് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഒരു ഹിന്ദു വേറെ കോൺട്രാക്ടർ, മുസ്ലിം വേറെ കോൺട്രാക്ടർ? ഇത് ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു അവർ ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ കലാപരിപാടികൾ ചെയ്യും. എന്നിട്ടാണ് അവർ പിന്നെ പറയും ഞങ്ങൾക്ക് ഹിന്ദുക്കൾ വോട്ട് ചെയ്യില്ല. എങ്ങനെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുക പറയും? ഒരു മുസ്ലിം ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഈ കോൺട്രാക്ട് മുസ്ലിമേ ചെയ്യാൻ പാടുള്ളൂ. ആലോചിച്ച് നോക്കുക. അതൊരു ഏത് കോടതി അത് തള്ളിക്കളയും. അത് സംശയമില്ല. അത് ആരെങ്കിലും കോടതി പോയാൽ മതി, തള്ളിക്കളയും. ബിക്കോസ് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ. സെപ്പറേറ്റ് ആയിട്ട് ടെൻഡർ കൊടുക്കാൻ, അവർക്ക് മാത്രമായിട്ട് ടെൻഡർ. നാളെ നമുക്ക് നാട്ടിൽ പറയാമല്ലോ ദേവസ്വത്തെ ടെൻഡർ ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഉണ്ടാവും? ശരിയാവും അത്? ഇപ്പൊ ഇവർ പറയും ഇത് വഖഫിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ അവരവിടെ ചെയ്തോട്ടെ മുസ്ലിംസ്. അങ്ങനെ ഒരു പ്രൊവിഷൻ കൊണ്ടുവരും ചിലപ്പോൾ ഈ കോൺഗ്രസ്സുകാർ. പക്ഷെ നമ്മളെല്ലാം ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു മേജർ പാർട്ടി മുസ്ലിം വോട്ട് ബാങ്കിനെ ഇവർ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കോൺഗ്രസ്സുകാർ. പക്ഷെ ഈ കലാപരിപാടി തുടങ്ങി വെച്ച കർണാടകത്തിലായാലും ഇനി അത് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഇലക്ഷനെ ഇത് ബാധിക്കും. അതിൽ കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി വരാൻ പോകുന്നുണ്ട്. എവിടെ നമ്മൾ രാജസ്ഥാനിൽ കണ്ടു, മധ്യപ്രദേശിൽ കണ്ടു, ഛത്തീസ്ഗഡിൽ കണ്ടു. ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ സ്റ്റേറ്റ് അസംബ്ലിയിൽ അടിച്ചുപോയി കോൺഗ്രസ്. അത് കഴിഞ്ഞ് നമ്മൾ ഹരിയാനയിൽ വന്നു, അവിടെയും കോൺഗ്രസ് ജയിക്കാൻ പോയ ഇലക്ഷൻ തോറ്റു. പിന്നെ മഹാരാഷ്ട്ര നമ്മൾ കണ്ടു, അവിടെയും തൂത്തുവാരി കംപ്ലീറ്റ് ആയിട്ട് NDA, കോൺഗ്രസ് എവിടെ ഇല്ലാണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി കണ്ടു. ഇത് കണ്ടിട്ടും കോൺഗ്രസ് പഠിക്കുന്നില്ല. ഇവർ പിന്നെയും ഹിന്ദുക്കളുടെ പിന്നിൽ നടക്കുകയാണ്. ഈ OBC കാറ്റഗറിയിലുള്ള റിസർവേഷൻ നിങ്ങൾ എന്തിനാ കുറയ്ക്കുന്നത്? നിങ്ങൾക്ക് കൂട്ടാൻ പറ്റില്ല. ബിക്കോസ് 50% ക്രോസ് ആവും. അപ്പോൾ SC ST കൂടി കഴിയുമ്പോൾ അപ്പോൾ ആ ഉള്ള OBCയിൽ വെച്ചിട്ട് തന്നെ ഇവർ കട്ട് ചെയ്തിട്ട് മുസ്ലിംസിന് മാത്രമായിട്ട് റിസർവേഷൻ കൊടുക്കുക, ഇവർ ടെൻഡർ കൊടുക്കുക. ഇതൊന്നും എവിടെയും കേൾക്കാത്ത പരിപാടികളാണ്. ഇപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഈവൻ ജമ്മു കാശ്മീരിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു റൂള്. ടെൻഡർ മുസ്ലിംസിന് മാത്രമായിട്ടുള്ള ടെൻഡർ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് കോടതിയിൽ ചാലഞ്ച് ചെയ്യേണ്ടത് തന്നെയാണ് അഖില. ആൻഡ് ഈ DK ശിവകുമാർ പറഞ്ഞ കോമെന്റാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു അടിയാവാൻ പോണത് കോൺഗ്രസിന്. ബിക്കോസ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറ്റി ഞങ്ങൾ മുസ്ലിംസ് റിസർവേഷൻ കൊടുക്കുന്ന പറയുമ്പോൾ അടുത്ത ഇലക്ഷൻ ഹിന്ദുക്കൾ അവർ എൻഷുർ ചെയ്യും കോൺഗ്രസ് ഇനി എപ്പോഴും ജയിക്കാനേ പോകുന്നില്ല എന്നുള്ള കാര്യം. സാർ ഇതിന്റെ തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും സാർ? പാർലമെന്റിലെ കാര്യങ്ങളും മറ്റും ഇത് അഖില പാർലമെന്റിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇന്നിപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും നല്ല ചൂടായ ഡിബേറ്റ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. BJPക്ക് ഇതൊരു കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്കൊരു കോൺഗ്രസ് ശരിക്കും കൊണ്ടുവന്ന് ഒരു ട്രംപ് കാർഡ് കയ്യിൽ കൊടുത്തേക്കാൻ നിങ്ങൾ കളിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് BJP ഇത് വെച്ച് ശരിക്കും കളിക്കും ബീഹാർ ഇലക്ഷനിൽ. അത് കഴിഞ്ഞ പിന്നെ ഈ പറഞ്ഞ ഒരു അസ്സാമും പിന്നെ വരാൻ പോണ ഏറ്റവും വലിയ ഇലക്ഷൻ ഉത്തർപ്രദേശാണ്. ഈ രാജ്യങ്ങളിൽ കോൺഗ്രസ് വൈപ്പൗട്ടായി കഴിഞ്ഞാൽ കോൺഗ്രസിന് പിന്നെ വേറൊരു ചാൻസും ഇല്ല. ബിക്കോസ് വേറൊരു കാര്യം ഡീലിമിറ്റേഷനെ പറ്റിയിട്ടും ബീഹാറികളെയും UPക്കാരൊക്കെ കോൺഗ്രസ്സുകാരെ ഇവിടുന്ന് ചീത്ത പറയൽ തുടങ്ങിയിട്ടുണ്ട് സൗത്ത്. നമ്മൾ കണ്ടു പിണറായി ആയാലും സ്റ്റാലിൻ ആയാലും UPക്കും ബീഹാറിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇലക്ഷൻ അവിടെ പോകുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് പോകും. കോൺഗ്രസ് അതാണ് മിണ്ടാത്തതിനെ പറ്റിയിട്ട്. ഈവൻ സമാജ്വാദി പാർട്ടി ഡീലിമിറ്റേഷൻ്റെ 4 ആണെങ്കിൽ RJD പറഞ്ഞാൽ അത് പറ്റില്ല, ഞങ്ങളുടെ ബീഹാറിലെ സീറ്റുകൾ കൂട്ടണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ അറിയാം ഇവർ തമ്മിൽ ഒരു അടിയാണ് ഇന്ത്യ അലയൻസ്. ഇപ്പോൾ അലയൻസ് ഇല്ല. എന്തായാലും ഇനി ഈ പറഞ്ഞ മാതിരി ഇനി ഇലക്ഷനും ഈ റിസർവേഷനും കൊണ്ടുപോയി കഴിഞ്ഞാൽ, ബിക്കോസ് ഇത് എതിർത്ത ആൾക്കാരായിരുന്നു അംബേദ്കറും സർദാർ പട്ടേലൊക്കെ. പണ്ടത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് നോക്കി കാണാം. റിസർവേഷൻ ബേസ്ഡ് റിലീജിയൻ കൊടുക്കാൻ പാടില്ല കോൺസ്റ്റിറ്റ്യൂഷൻ അന്ന് ഒപ്പോസ് ചെയ്ത ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞവർ അംബേദ്കർ ആയാലും പിന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് സർദാർ പട്ടേലും ബാക്കിയുള്ള അവർ പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് കോൺഗ്രസ് ഇപ്പോൾ തള്ളി മുസ്ലിംസ് റിസർവേഷൻ കൊടുക്കാൻ പോവാണ്. കൊടുത്തു കഴിഞ്ഞു കുറച്ച് സ്ഥലത്ത്. അതിനെ എന്തായാലും BJP എതിർക്കും, അത് സംശയമില്ല.
കോടതിയിൽ ഇപ്പോൾ കാര്യം പോകും. കോടതിയും ഇത് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ഇലക്ഷൻ ബാറ്റിലായിട്ട് അവസാനിക്കും. അതാണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.